ഞാൻ വിചാരിച്ചു ഈശ്വരാ എന്ത് കണ്ടിട്ടാണ് ഒന്ന് ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ ഈ മുട്ടിൻ്റെ സംഭവത്തിനിടയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, അപ്പോൾ ഈ വ്യക്തിപരമായ അടുപ്പങ്ങളും ഇഷ്ടങ്ങളും പിന്നെ പടം നല്ലതാണെന്നുള്ള ഒരു ഒരു ഉറച്ച ബോധ്യവും. വിശ്വാസം, ഇവരുടെയൊക്കെ നല്ല വാക്കുകൾ, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പം അത് ചേട്ടൻ എടുത്തു എന്ന് അറിയുമ്പോഴാണ് ഞാൻ അന്ന് രാത്രിയില്ല ഇത് അറിയുന്നത്. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ സന്തോഷം തോന്നി സത്യം പറഞ്ഞാൽ. എമ്പുരാനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തില് പൃഥ്വിരാജിനോട് ചോദിക്കുന്നുണ്ട്, ഒരു സമയത്ത് ഒരു ആന്റി പൃഥ്വിരാജ് വേവ് ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് പറയുന്നത് അല്ല, അത് ഇപ്പോഴും ഉണ്ടെന്നാണ്. അതുണ്ടാവും. കാരണം എന്താ വെച്ചാൽ പണ്ടേ അതെ. കാരണം ഈ പൃഥ്വിരാജ് ഒരുപാട് അങ്ങ് കുനിയുന്ന ആളല്ല, ഇങ്ങനെ നിന്നോണ്ട് തൊഴത്തേ ഉള്ളൂ, കുനിഞ്ഞുള്ള തൊഴിലില്ല. അതുകൊണ്ടുള്ളൊരു ഒറ്റ കുഴപ്പം. അവനാരെയും നമസ്കാരം ഇതേ ഉള്ളൂ, അല്ലാതെ ഈ തലയും ദേഹവും കൂടെ പകുതി കുനിച്ചേച്ച് തൊഴിയുന്ന അതൊന്നും അവൻ നടക്കുന്നത്. കാരണം അവന് അഭിനയിക്കാൻ അറിയാൻ വയ്യ മനുഷ്യരുടെ മുമ്പിൽ. സത്യം പറയാം, അതാണ് എൻ്റെ ഒറ്റ വാക്കുള്ള ഉത്തരം. ഇത് ഞാൻ പറഞ്ഞാൽ ഇപ്പം തന്നെ ഞങ്ങളൊരു കാര്യം പറയുമ്പോൾ താഴത്തെ കമൻസ് ഓരോരുത്തർ എഴുതുന്നത് ചിലപ്പം ഞാൻ എല്ലാവരുടെയും എനിക്ക് ഫേസ്ബുക്കിൽ വരാറില്ല. ഓരോരുത്തരും വിളിച്ച് പറയും ഇങ്ങനെ എഴുതി. ഞാൻ എന്താ മോനെ അത് എഴുതി എൻ്റെ പേര് ഇങ്ങനെ വിട്ടുകളാം. ഇത് വേറെ പല കാരണങ്ങളുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം എന്ന് പറയുന്ന പോലെ നമുക്ക് ശത്രുക്കളില്ല. ഇനി ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ശത്രുക്കളാണോ എന്ന് അന്വേഷിച്ച് കിടക്കാൻ പോയാൽ നമ്മുടെ ഉറക്കം പോയി കിട്ടും. ആരോ ശത്രുവാവട്ടെ, ആരൊക്കെയോ മിത്രമാവട്ടെ, എല്ലാവരും മിത്രങ്ങളായിട്ടിരിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാരണം ഒരാളെങ്കിലും പറയട്ടെ ഞങ്ങളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ദ്രോഹം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇല്ല. അന്ന് ഈ പൃഥ്വിരാജൻ ഈ നന്നായി ഇംഗ്ലീഷ് പറയുന്നു എന്നുള്ളത് വലിയൊരു കുറ്റമായിരുന്നു. പക്ഷെ ഇന്ന് പൃഥ്വിരാജ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്റെ പോലെ മലയാളം പറയാൻ കഴിവുള്ള എത്ര പേരുണ്ട്. നന്നായിട്ട് രാജു മലയാളത്തിൽ പ്രസംഗിക്കും, ഒന്നൊന്നരണ്ട് നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് മാന്യമായ രീതിയിൽ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാം. പക്ഷേ ഇന്ന് ഒരു യൂണിവേഴ്സൽ അപ്പീലുള്ള ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ആകുമ്പോൾ ഇതുപോലെ ബോംബെയിലും ആന്ധ്രയിലും മദ്രാസിലും ഒക്കെ ചെന്ന് രണ്ടും കൂടെ സംസാരിക്കുക, അല്ലെങ്കിൽ ചിലർ ഇങ്ങോട്ട് ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ അങ്ങോട്ട് ഇംഗ്ലീഷ് പറയാം. ഇതൊക്കെ സ്വാഭാവികമല്ലേ മോനെ? ഇവിടെ ഇപ്പം അതേസമയം ഇപ്പം നമ്മളോട് അവിടെ ചെന്നിരുന്നിട്ട് തെലുങ്കിൽ പടപടാന്ന് ചോദിക്കുക, പറ്റുമോ? ഇല്ല. അപ്പോൾ തെലുങ്ക് ചോദിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറയും. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവിടെ ചില വാക്കെങ്കിലും മനസ്സിലാവും. കാരണം കുറേ കാലം മദ്രാസിൽ ജീവിച്ചതുകൊണ്ട്. ഹിന്ദി അറിയാം, തമിഴ് ഞാൻ എഴുതുകയും വായിക്കുകയും പറയുകയൊക്കെ ചെയ്യും. ഹിന്ദിയും അത്യാവശ്യം എവിടെങ്കിലുമൊക്കെ ചെന്ന് പറഞ്ഞാൽ ഒപ്പിക്കാനുള്ള ഒരു ജ്ഞാനം എനിക്കുണ്ട്. വലിയ ഗ്രാമറൊന്നും നോക്കിയല്ല, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. പക്ഷെ നമുക്ക് ഒട്ടും അറിയാൻ വയ്യാത്ത ഭാഷ എവിടെ എങ്ങനെ? ഞാൻ ഖത്തറിലായിരുന്നു 10-12 വർഷം. അയ്യോ, ഞാനവിടെ ചെന്ന് ആകെപ്പാടെ 3-4 വാക്കും പഠിച്ചുകൊണ്ട് അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാ, കഫാലക്, സൈൻ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. അവിടെ നിന്ന് ഇപ്പോൾ റെസ്റ്റോറൻറ്റിലാണ് എനിക്ക് 6-7 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, പിന്നെ പഠിക്കാൻ തുടങ്ങി, റെസ്റ്റോറൻറ്റിന് എന്താ അറബി പറയുക, പിന്നെന്താ മക്സാ, എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുക. നമുക്ക് ഒരു തരത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ പറയും, ചേച്ചി ഇവിടെ നിന്നില്ല, ചേച്ചി ഇതിനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്നത്, ഇവിടെ നിന്നാൽ മതി, 1 കൊല്ലം കൊണ്ടറിയാം. അത് സത്യമാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ 2 കൊല്ലമായിട്ട് 3 കൊല്ലം സ്ഥിരമായിട്ട് നല്ല പുല്ല് പോലെ ഈ അറബി പറയുന്നത്, നല്ല പുഷ്പം പോലെ. സത്യം, അവർക്ക് പ്രശ്നമേ അല്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മൾ അവരുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കും കുറച്ച് വാക്കുകളൊക്കെ. മനസ്സിലായില്ലേ? ഇപ്പം ഫ്ലൈറ്റ് കയറുമ്പോൾ ശുക്രൻ ആദ്യമൊക്കെ ശുക്രനാണ് എന്താ ശുക്രൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലായി അയ്യോ താങ്ക്സ് എന്നുള്ളതിനാണ്. അതാ ഞാൻ അപ്പം അത് കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ ഇംഗ്ലീഷ് പറഞ്ഞു, അത് ഇപ്പം മലയാളത്തിൽ നല്ല ഒന്നാം തരമായിട്ട് സംസാരിക്കുന്ന ആളാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും. പിന്നെ സാഹചര്യം അനുസരിച്ച് അവർ ഭാഷ മാറ്റും, അതെല്ലാവരും അങ്ങനെയല്ലേ. ഇപ്പം മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും അവരോട് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ ചോദിച്ചാൽ മലയാളത്തിൽ പറയും, അല്ലേ? ഇപ്പം മലയാളം അറിയാൻ വയ്യാത്ത ഒരാൾ ഇംഗ്ലീഷ് അതെല്ലാം ചോദിച്ചാണേ ഞാൻ എൻ്റെ മാതൃഭാഷയിലേ സംസാരിക്കത്തുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? 2007-2008 കാലഘട്ടമുണ്ട് പൃഥ്വിരാജിന്റെ. ഇത്രയധികം, അതായത് ട്രോളൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിക്കപ്പെട്ട നടൻ തന്നെ പൃഥ്വിരാജ്. തീർച്ചയായിട്ടും. എത്രയോ, അതായത് അദ്ദേഹത്തെ സാധാരണ ഒരാളാണ് കാണുന്നതെങ്കിൽ തകർന്നു പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇന്റർവ്യൂ മൊത്തം എടുത്ത് മോക്ക് ചെയ്യുക, പേര് മാറ്റി വിളിക്കുക, എന്താ പറയാ, ഇദ്ദേഹം സംവിധാനം ചെയ്യുന്ന രാജപ്പൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. പക്ഷെ അതൊക്കെ ഒന്ന് തിരുത്തി പറയാണ്. അന്ന് ശരിക്കും അങ്ങനെ തകർന്നു പോയ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു? ഇല്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, എൻ്റെ സുഹൃത്തിൻ്റെ എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അതാ. ഞാനും തളർന്നില്ല, അവരും തളർന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ ട്രോളിക്കോട്ട് പോടുമ്പോൾ അതൊക്കെ മൈൻഡ് ചെയ്യാതെ വിട്, ഇതിനെല്ലാം തിരിച്ചവർ അയ്യോ വേണ്ട മിണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്ന് അവർക്ക് തോന്നും, പുറത്ത് പറഞ്ഞില്ലെങ്കിലും. പുറത്ത് പറയണമെങ്കിൽ ഇപ്പോൾ ഈ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു വിശാല മനസ്സ് വേണം. ഇന്നിപ്പോൾ ഞാൻ കണ്ടു നമ്മുടെ മൈത്രേയൻ സാർ എന്തോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ
എന്തോ രാജുവിൻ്റെ ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞ് ഇന്ന് അദ്ദേഹം പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മൈത്രേയൻ സാറിനെ പോലൊന്നും ഒരാൾ അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൻ്റെ ഒരു ഇതാണ്. അത് തെറ്റായിപ്പോയെന്ന് തോന്നുമ്പോൾ അത് സമ്മതിക്കാനുള്ള മനസ്സ്, അത് 100-ൽ ഒരു 25% ആൾക്കാർക്ക് പോലും അതില്ല. പറഞ്ഞത് ശരിയാണെന്ന് വാദിക്കുന്നവരാണ് ഇവിടെ എല്ലാം. അതും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കുറേ മന്നന്മാർ, ഞാൻ പറയാതെ പേരറിയാമല്ലോ, അയ്യോ എൻ്റെ അമ്മ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അന്നും തളർന്നിട്ടില്ല. പക്ഷെ അവന് വിശ്വാസം ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ കിടക്കുമേ. അപ്പോൾ അത് അവനറിയാം ഇതെല്ലാം ഓവർകം ചെയ്തവൻ വരുമെന്ന്. അത് ഈയിടെ എൻ്റെ അടുത്ത് മനോരമയിൽ ആരോ പറഞ്ഞു, ജോണി ലൂക്കോസിന് കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ, ഞാൻ 20 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ആവും, അതാവും, ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ പോലെ ആവും, നല്ല പടങ്ങൾ നിർമ്മിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസ് വേണം, സംവിധാനം ചെയ്യണം, നല്ല കഥ. ഈ പറഞ്ഞ 20 കൊല്ലം മുമ്പെടുത്ത ഇൻ്റർവ്യൂ. പക്ഷെ അതെല്ലാം അദ്ദേഹം ഇപ്പം നടത്തിയില്ലേ ചേച്ചിയെന്ന് അവർ ചോദിച്ചു. അതെ. അപ്പം ആ വിശ്വാസം എനിക്കറിയാം. എന്ത് ട്രോൾ ചെയ്യാലും എൻ്റെ മക്കൾക്ക് ഇവർ പറയുന്നതിലൊക്കെ കഴിവുള്ളവരാണെന്നറിയാം. ഞാൻ അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയിരിക്കുന്നത്. ആ വിശ്വാസം എനിക്കുണ്ട്. ഈ രാജമൗലിയുടെ കൂടെ പടം ചെയ്യാണെന്നൊക്കെ അറിയുന്നു. അതെ. അത് പക്ഷെ ആള് സമ്മതിച്ചിട്ടില്ല എവിടെയും. അല്ല, ഒരു ഷെഡ്യൂള് കഴിഞ്ഞു. കാശിയിലായിരുന്നു, ഒറീസയ്ക്ക്. കാശിയിൽ കഴിഞ്ഞു. ഇപ്പം അടുത്തത് മെയിലെങ്ങാണ്ട്. തെലുങ്ക് ഡയലോഗുകൾ പഠിക്കാൻ പോലും വലിയ ശ്രമം നടത്തുന്നുണ്ട്. രാജു തന്നെ ഡബ് ചെയ്തേ, വേറെ ആരെ കൊണ്ടും ഡബ് ചെയ്യിക്കില്ല. തെലുങ്കും അതെ, തമിഴും അതെ, ഹിന്ദി അതെ, മലയാളം അതെ, എല്ലാ ഭാഷയും. കന്നഡ പോലും അവൻ പഠിച്ചു പറഞ്ഞു. അത് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. തലേ ദിവസം സ്ക്രിപ്റ്റ് കൊണ്ടുവരാൻ പറയും. എന്നിട്ട് അത് ടേപ്പിൽ ആ ഡയലോഗ് കേട്ട് അവനെ പെട്ടെന്നൊരു ക്യാച്ചിയാണ് ആൾ, പറയാതിരിക്കാൻ വയ്യ. തെലുങ്കെല്ലാം പറയും. അപ്പോൾ ഇപ്പോൾ കുറച്ച് തെലുങ്കൊക്കെ കേട്ടാലും അറിയാം. ഞാൻ പറഞ്ഞത്, നീ എന്നെക്കാട്ടി തെലുങ്ക് പഠിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഇനിയിപ്പോൾ ആ സിനിമയും കൂടി കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞ, അതായത് 3 ഭാഷകളിലും ഇന്ത്യയിൽ ഏറ്റവും അധികം വിലമതിപ്പുള്ള താരം, അതും കൂടി ഓക്കെ ആവും. അപ്പൊ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മകന്റെ അമ്മ അങ്ങനെ ആലോചിക്കാറുണ്ട്. അയ്യോ എൻ്റെ മോനെ, സക്സസ്ഫുൾ ആവുന്ന എത്രയോ അമ്മമാർ സക്സസ്ഫുൾ ആയിട്ട് പല വിദ്യാഭ്യാസ മേഖലയിൽ എത്ര പേരുടെ പ്രശസ്തരായല്ലേ. ഞാൻ എപ്പോഴും പറയും, ഇപ്പം എൻ്റെ ചേട്ടൻ തന്നെ അമേരിക്കയിൽ പിന്നെ WHO വരെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ ഡോക്ടറാണ്, ഓങ്കോളജി. അപ്പം അത് കാണുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇന്നില്ല, പക്ഷേ എന്നാലും ചേട്ടൻ്റെ ഒരു ഉയർച്ച തുടങ്ങുന്നിടം വരെ അവരുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷിക്കും. ഇന്ന് ഞങ്ങൾ സന്തോഷിക്കുകയാണ്, ഇതാണല്ലോ നമ്മുടെ ചേട്ടൻ, ഈ ചേട്ടൻ്റെ അനിയത്തിയാണല്ലോ നമ്മൾ. അപ്പോൾ ഈ പറയുന്ന പോലെ കഴിവ് കൊണ്ട് വളർന്നിട്ടൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പം ഇത് ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് സന്തോഷമാണ്. ഞാൻ എപ്പോഴും ഓരോ വിജയത്തിലും എൻ്റെ മക്കൾക്ക് വരുമ്പോൾ ഞാൻ വിചാരിക്കും, ഈശ്വര, ഓരോ പടി ചവിട്ടി കയറുമ്പോഴേ സുഖമായിട്ട് അവനെ നോക്കിക്കോണം. അവൻ്റെ ദൈവത്തിനോടും പറയും, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ഒരു ആ പ്രസൻസ് ഓഫ് മൈൻഡ്, ബുദ്ധി, ഇതെല്ലാം, ശരീരസുഖം, ഇതെല്ലാം അവന് കൊടുക്കണം. എന്നെങ്കിലല്ലേ അവൻ ഇനിയും വളരാനൊക്കെ വളരട്ടെ. ഒരമ്മ എന്നുള്ള നിലയിൽ മക്കൾ എത്രത്തോളം വളരുന്നോ അത്രത്തോളം നമുക്ക് സന്തോഷം. ഞാൻ പക്ഷേ ഓരോ വളർച്ചയും ഞാൻ കൂടുതൽ താഴോട്ട് ഇറങ്ങിയിട്ട് ദൈവത്തിനെയാണ് വിളിക്കുന്നത്. നമുക്കങ്ങനെ ഒരുപാട് പേരൊന്നും വിളിക്കാനില്ല. ഉണ്ടായിരുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് പോയി ദൈവം അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 പേരും കൂടെ കേൾക്കാൻ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എല്ലാം നോക്കിക്കോണം, എനിക്ക് നോക്കാവുന്ന ഒരു പ്രായവും പരിധിയൊക്കെ ഉണ്ട് എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് അവരുടെ അധ്വാനം തന്നെയാണ് അതിൻ്റെ ഒരു. അതിന് ദൈവം അനുഗ്രഹിക്കുന്നത് തന്നെയാണ്. ഈ സുഖുചേട്ടൻ അവസാനമായിട്ട് ചെയ്യാൻ പോയ സിനിമയിൽ മനോജ് കെ ജയനും മുരളിയുമായി പാടം പൂത്ത കാലം. അതായിരുന്നു സിനിമയുടെ പേര്. അതിൻ്റെ സ്ക്രിപ്റ്റ് അത് ശരിക്കും പക്ക കുടുംബകഥ, ഒരു നാട്ടുമ്പുറം, നല്ല കഥയാണ്. പക്ഷേ ഒരു നാട്ടിൻപുറത്തെ കഥ. അതിൻ്റെ കമ്പോസിങ് നമ്മൾ കോട്ടയത്ത് വെച്ച് തുടങ്ങാനൊക്കെ ഇരിക്കുകയായിരുന്നു. സംഗീതം ഇത്രയൊക്കെ അറിയായിരുന്നല്ലേ? അയ്യോ, ഞാനുണ്ട് അതിൻ്റെ ഫൈനൽ സ്ക്രിപ്റ്റ് കോപ്പി എടുക്കുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചായിരുന്നു. റെജി എന്ന് പറഞ്ഞിട്ടൊന്ന് കോട്ടയത്തുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളിയായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വന്നത്. എനിക്കൊന്ന് പുള്ളി അന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് നിൽക്കാം എന്നൊക്കെയുള്ളൊരു പ്ലാനില്ല. CMS കോളേജിൽ നമ്മുടെ അനിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹമാണ് പാട്ട് എഴുതിയത്. അത് സുഖമായിട്ട് നന്നായിട്ട് പാട്ട് കമ്പോസ് ചെയ്തത്. എഴുത്തും വായനയും അതൊക്കെ എല്ലാം ഓൾമോസ്റ്റ് അതൊക്കെ റെഡിയായി. അപ്പോഴാണ് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് തുടങ്ങാമെന്നും പറഞ്ഞിരുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പം ഞാൻ എപ്പോഴും പറയും, അച്ഛൻ്റെ ഒരു ആഗ്രഹം രാജുവിലൂടെ സാധിക്കുന്നു എന്ന്. അത് ഉറപ്പാണ്. രാജുവിനെ അങ്ങോട്ട് തട്ടി വിട്ടത് സുഖമായിട്ട് തന്നെ ആയിരിക്കും, വേറെ ആരുമില്ല.